നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള, വാറന്റിയുള്ള, ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. ചേലക്കര തോന്നൂർക്കരയിൽ 1.23 കോടി രൂപയുടെ പദ്ധതി MP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നതായി MP അറിയിച്ചു. ചേലക്കര തോന്നൂർക്കര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ 1.23 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആലത്തൂർ MP രാധാകൃഷ്ണൻ നിർവഹിച്ചു. എന്തായാലും നമ്മുടെ ഇവിടെ പരിപാടിക്കുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട്, അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ഒക്കെ തന്നെ പരിപാടികളും നമുക്ക് നടത്താം. അപ്പോൾ ഇവിടെ സ്ഥിരം ഒരു പരിപാടി നടത്തുന്ന സ്റ്റേജും കൂടി തയ്യാറായി കഴിഞ്ഞാൽ പുളിയാണ് പ്രശ്നം. അപ്പം ഞാനത് അതിനെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ ഈ കുളം നന്നാക്കുന്നതോ അനുബന്ധിച്ച് നമുക്ക് നമ്മൾ എന്താ പറയുക, ഈ കടവുണ്ട്, പക്ഷെ നമുക്ക് ഷെൽട്ടറില്ല അല്ലേ, മുകളിൽ അത് വേണം അല്ലേ, വേണം. ഇതുവരെ ആരും പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞപ്പോഴോ പറഞ്ഞു. എന്തായാലും ഇതിപ്പോൾ ഇത് ഇത്രയും ചെയ്തില്ലേ, നമുക്കൊരു കുളിക്കടവിൽ ഒരു ഷെൽട്ടർ കൂടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താം. വ്യാഴാഴ്ച വൈകുന്നേരം പാണ്ടൻകുളം പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രൗഢമായ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. മണ്ഡലത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ 800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നതായി MP ചൂണ്ടിക്കാട്ടി. 35 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മായന്നൂർ കുത്താമ്പുള്ളി പാലം മാർച്ച് ആദ്യവാരത്തിൽ തന്നെ നാടിന് സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മായന്നൂർ കുത്താമ്പുള്ളി പാലത്തെ കുറിച്ച് പറയുന്നത്, അത് ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ആളുകൾ. അങ്ങനെ മായന്നൂർ കുത്താമ്പള്ളി പാലം നമുക്ക് പൂർത്തീകരിച്ചപ്പോൾ 2-3 മാസം കഴിഞ്ഞു. അപ്പം അത് മിക്കവാറും ഈ 4-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 35 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കുത്താമ്പള്ളി മായന്നൂർ പാലം പണി പൂർത്തീകരിച്ചത്. 35 കോടി. നമ്മളുടെ ഈ കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ ഏകദേശം 700-800 കോടിയോളം രൂപയാണ് നമ്മുടെ ചേലക്കര മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത്. മുൻകാലങ്ങളിലൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. നമ്മുടെ തോടൂർക്കര വില്ലേജിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ 40 ലക്ഷം, 50 ലക്ഷം, അവിടെ 40 ലക്ഷം, അവിടെ 35 ലക്ഷം, അതുകൂടാതെ ഇപ്പോൾ 3.5 കോടി രൂപ നമ്മുടെ തോടൂർക്കര തൊട്ട് തോട്ടേക്കോട് വരെ റോഡിന് വേണ്ടിയിട്ട് 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ TS എത്രയും പെട്ടെന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. TS കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ ആരംഭിക്കും. ഇലക്ഷന് മുമ്പേ നമുക്ക് ടെൻഡർ നടപടികൾ ആരംഭിക്കാമെന്നാണ് തീരുമാനിച്ചത്. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ എന്നാ വരിക എന്നറിയില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ റോഡ് കുറേ കൂടി മെച്ചപ്പെടും. തോന്നൂർക്കര തോട്ടേക്കോട് റോഡിനായി 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിനു മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ തോന്നൂർക്കര ആശുപത്രിയുടെ വികസനത്തിനായി 2 കോടി രൂപയും തോട്ടേക്കോട് മേഖലയിലെ 2 റോഡുകൾക്കായി 60 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിനിടെ പാണ്ടൻകുളത്തെക്കുറിച്ചുള്ള തന്റെ ബാല്യകാല സ്മരണകൾ MP പങ്കുവച്ചു. പണ്ട് പ്രേതബാധയുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കുളക്കടവിനെക്കുറിച്ചും പിൽക്കാലത്ത് വൈദ്യുതി എത്തിയപ്പോൾ അത്തരം വിശ്വാസങ്ങൾ ഇല്ലാതായതിനെക്കുറിച്ചും അദ്ദേഹം രസകരമായി സംസാരിച്ചു. പേടിയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ പേടിയൊക്കെ മാറിയപ്പോൾ പ്രേതങ്ങളുടെ ശല്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വെറുതെ പറഞ്ഞേ, ഇവിടെ യന്ത്രവണ്ടെന്ന് പറഞ്ഞു നമ്മുടെ 4 പഠിക്കലേ. അപ്പോൾ ഞാൻ രാത്രി 12 മണിക്ക് അതിലേ പോയി. അവിടെ യന്ത്രവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ട പൊക്കത്തിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി നമ്മൾ പുറകോട്ട് വീണ് മരിക്കുന്നതാണ് വിചാരിച്ചത്. ഞാൻ കുറേ പ്രാവശ്യം പോയി, ഒരു പ്രേതം കിട്ടിയില്ല. പിന്നെ മാതമ്മേൻ്റെ ഇറക്കത്തിലൊരു പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു, അവിടെയും പോയി കേട്ടോ, അവിടെയും പോയി. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ പുറകിൽ അപ്പോഴുള്ള ഇതില്ലേ, ആ ബാത്റൂമൊക്കെ ഇല്ലേ, അവിടെ നിന്നൊരു കുട്ടി പണ്ട് പേടിക്കുന്നില്ലേ, നമ്മുടെ വിജയേട്ടൻ്റെ പെങ്ങൾ, അവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു, അവിടെയും രാത്രി പോയി. ഏകത്തെ ചെറുക്കിൽ പ്രേതം ഉണ്ടെന്ന് അവിടെയും പോയി. പുറാങ്കുണ്ടിലും പോയി. പ്രേതമില്ലാന്ന് ഞാൻ പോയി കണ്ട്. ഇപ്പം പ്രേതമുണ്ടോ എവിടെയെങ്കിലും? വെറുതെ പറയാം, ഒടിയുണ്ടോ, ഒടിയൻ പ്രേതം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയായിരുന്നു. അപ്പം അങ്ങനെയൊന്നുമില്ല. ഹരിത കേരളം പദ്ധതിയിൽ 48 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള കുളം നവീകരണം, MP ഫണ്ടിൽ നിന്നുമുള്ള പാറപ്പുറം റോഡ് 40 ലക്ഷം രൂപ, കിഴക്കുമുറി റോഡ് 10 ലക്ഷം, MLA ഫണ്ടിൽ നിന്നുമുള്ള AUPS കിഴക്കുമുറി റോഡ് 25 ലക്ഷം എന്നിവയാണ് ഉദ്ഘാടനം ചെയ്ത മറ്റ് പ്രധാന പദ്ധതികൾ.
40 ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ച പാറപ്പുറം റോഡ്, അതുപോലെ തന്നെ 10 ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ച കിഴക്കുമുറി റോഡ്, MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച AUPS തോന്നൂർക്കര കിഴക്കുമുറി റോഡ്, ഇത്തരം പദ്ധതികളുടെ 1.23 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച റോഡുകളുടെ ഉദ്ഘാടന യോഗമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ചേലക്കര മണ്ഡലമെന്ന് എല്ലാവർക്കും അറിയാം. ഒട്ടേറെ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ വളരെ കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും ഈ ഉദ്ഘാടനങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ മായന്നൂർ കുത്താമ്പുള്ളി പാലത്തിൻ്റെ സംഘാടക സമിതി യോഗം അവിടെ ചേരുകയുണ്ടായി. അപ്പോൾ ഏറ്റവും സന്തോഷകരമായ അല്ലെങ്കിൽ ഈ നാടിന് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഈ നാടിൻ്റെ വികസനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കുക എന്നുള്ളതിൻ്റെ ഒരു മാതൃകയായിട്ടാണ് ചേലക്കര മണ്ഡലത്തിൽ എല്ലാ വികസന പദ്ധതികളും ഏറ്റെടുക്കുന്നതും നടപ്പിലാക്കുന്നതും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്തി പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KR മായ ടീച്ചർ, K നന്ദകുമാർ, എല്ലിശ്ശേരി വിശ്വനാഥൻ, പ്രിയ മനോജ്, നിഷ അർജുനൻ, ജയലക്ഷ്മി M, അശ്വതി P, സൗരഭ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ രമേശ് ചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി. CCV ന്യൂസ് ചേലക്കര.